എടാ മോനെ, ഹാപ്പി അല്ലടാ? യെസ്, ഹാപ്പി ആണ് നിങ്ങള്. വെക്കേഷൻ ഒക്കെ ആയതിന്റെ ഹാപ്പിനെസ് നിങ്ങൾക്ക് ഉണ്ടാവും എനിക്കറിയാം. അപ്പൊ ആ ഹാപ്പിനെസ്സോട് കൂടിയിട്ട് കുറച്ച് കാര്യം കൂടി പറഞ്ഞുതരാം. ഈ വെക്കേഷൻ എങ്ങനെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാം, അല്ലെങ്കിൽ ഈ വെക്കേഷൻ എങ്ങനെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം, അല്ലെ? അപ്പൊ നമുക്ക് ദിവസങ്ങളൊക്കെ ഇതാന്ന് പറയുമ്പോഴേക്കും കഴിയും. നിങ്ങൾക്കറിയാം 10-12 ദിവസം ഉണ്ട്, പക്ഷെ എത്ര പെട്ടെന്ന് തീർന്നു പോകുന്നതെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ പഠിച്ച് സെറ്റ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് വെക്കേഷൻ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളൊരു സിമ്പിൾ ട്രിക്ക് മിസ്സും പറഞ്ഞുതരാം. അപ്പൊ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് വെക്കേഷൻ പല പ്ലാനുകൾ ഉണ്ടായിരുന്നായിരിക്കാം. എനിക്കറിയാം, ചിലപ്പോൾ ചിലർ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, ചിലർ ഇങ്ങോട്ടേക്ക് പോകണം, ചിലർ ഗെയിം കളിക്കണം, അത് ഇത് പറഞ്ഞ് കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും, അല്ലെ? അപ്പൊ ഈ വെക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞേതായിട്ടുള്ള വേറൊരു പ്ലാൻ കൂടെ മിസ് പറഞ്ഞുതരാം. നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആകാൻ പോകുന്ന പ്ലാനുകൾ നോക്കാം, അല്ലെ? അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ വെക്കേഷൻ പ്ലാനുകൾ എന്നുള്ളത് നിങ്ങളുടെ പ്ലാനുകൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുപോലെ ഞാൻ പറയുന്ന പോലെയുള്ള വെറൈറ്റി ഐഡിയ നിങ്ങൾക്ക് മൈൻഡിൽ വരുന്നുണ്ടെങ്കിൽ അതും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. റെഡി? അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്ലാനുകൾ മറക്കാതെ തന്നെ താഴെ എഴുതണേ. അതിനുശേഷം ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ, ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വെക്കേഷന് മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം കുറച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബോഡിക്ക് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ നല്ല ഫുഡ് കഴിക്കുക, നന്നായിട്ട് കിടന്നുറങ്ങുക, എക്സസൈസ്, കുഞ്ഞു കുട്ടി എക്സസൈസുകൾ ചെയ്യാം. അപ്പൊ നമ്മുടെ ബോഡി ഒന്ന് ഫിറ്റ് ആയിട്ട് കിട്ടും. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണല്ലോടാ. അപ്പൊ ഹെൽത്ത് വേണം, എന്നാലും എല്ലാ പരിപാടിയും നടക്കുള്ളൂ. കാരണം പഠിക്കണമെങ്കിലും ഗെയിം കളിക്കണമെങ്കിലും എന്തിനുണ്ടെങ്കിലും നമുക്ക് ഹെൽത്ത് വേണം, അല്ലേ? സോ എക്സസൈസ് ചെയ്യുക, അതുപോലെ നല്ല ഫുഡ്, നല്ല വെള്ളം കുടിക്കാം, നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. അത് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിമുകൾ, അത് ഫോണിൽ വെറുതെ കളിച്ചിരിക്കരുത് കേട്ടോ. ഫോണിൽ കളിച്ചിരുന്നിട്ടല്ല, മറിച്ച് ഔട്ട്ഡോർ ഗെയിമുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടിയിട്ട് ഫുട്ബോൾ കളിക്കുന്നവരാ, ക്രിക്കറ്റ് കളിക്കുന്നവരാ, അങ്ങനെ ഫുൾ നിങ്ങൾ കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഗെയിമുകൾ നിങ്ങൾക്ക് കളിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഹെൽത്തും സെറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, ഹാപ്പി ആവുകയും ചെയ്യാം. അപ്പൊ ഗെയിമുകളിൽ ഔട്ട്ഡോർ ഗെയിമിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്റെ മക്കൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള കുറെ പ്ലാനുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിയായി സെറ്റ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്നറിയോ, ദിവസത്തില് കുറച്ച് സമയം നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഇഷ്ടപ്പെട്ട ബുക്കുകൾ വായിക്കുക. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല കേട്ടോ, എക്സ്ട്രാ ആയിട്ടുള്ള നോവലുകൾ ഉണ്ടായിരിക്കാം, ഷോർട്ട് സ്റ്റോറികൾ ഉണ്ടായിരിക്കാം, പോയംസ് ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള കുറച്ച് കാര്യത്തിന് ഇച്ചിരി സമയം നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റി വയ്ക്കുക. സോ റീഡ് ചെയ്യുന്നത് ഒരിക്കലും ഒരു വേസ്റ്റ് ഓഫ് ടൈം അല്ല. നിങ്ങളുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യും, നിങ്ങളുടെ നോളജ് കൂടും, നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള നല്ല ലാംഗ്വേജ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ പറ്റിയ ഓപ്ഷനാണ് ബുക്ക് റീഡിങ്. അപ്പൊ ഇച്ചിരി സമയം നിങ്ങൾ എന്ത് ചെയ്യുക, ബുക്കും കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ പലർക്കും ഇഷ്ടമുള്ളതായിരിക്കാം, ചിലർക്ക് ഡാൻസ് കളിക്കാൻ, ചിലർക്ക് പാട്ട് പാടാൻ, അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ, വരയ്ക്കാൻ കഴിവുള്ളവരുണ്ടായിരിക്കാം. ആ കഴിവുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, വളർത്തിയെടുക്കാം. കാരണം വെക്കേഷൻ ആവുന്ന സമയത്ത് ഒരുപാട് ക്ലാസ്സുകളൊന്നും ഇല്ലല്ലോടാ. അപ്പൊ ആ സമയത്ത് നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ കുറച്ച് ഗ്രോത്തും കൂടെ നമുക്ക് വേണ്ടേ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്തോ അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിന് വേണ്ടി ഇത്തിരി സമയം നിങ്ങൾ മാറ്റിവെക്കുക, സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നമ്മുടേതായിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാം. റെഡി? പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത്ര സമയം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇഷ്ടത്തിന് ഒരുപാട് സമയം നമ്മൾ കളയുന്നുണ്ട്, അല്ലെ? ഇച്ചിരി സമയം നമ്മൾ എന്ത് ചെയ്യുക, റിവിഷനും കൂടെ ഒന്ന് മാറ്റി വയ്ക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി വരുന്ന പരീക്ഷകളിൽ ഡബിൾ എന്ന് പറഞ്ഞ് ദാ വരുമ്പോഴേക്കാ വരാ, സമയമില്ലട മക്കളെ. അപ്പൊ അതുകൊണ്ട് കുഞ്ഞു കുട്ടിയായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ പണ്ടത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ ബുക്കൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിലെ പൊടി തട്ടി എടുത്തിട്ട് ഫസ്റ്റത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് റിവിഷൻ ചെയ്തിട്ടൊക്കെ നോക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കും, അല്ലേ? പബ്ലിക് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ട്. അപ്പൊ റിവിഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ പലരും പറയുന്ന ഒരു പ്രശ്നമാണ്, മിസ്സേ ഓർക്കാൻ പറ്റുന്നില്ല, പഠിച്ച കാര്യങ്ങൾ എഴുതാൻ പറ്റുന്നില്ല, തലയ്ക്കകത്ത് എന്തൊക്കെയോ ഉണ്ട് പക്ഷെ അത് എഴുതാൻ പറ്റുന്നില്ല, പലതും മറന്നു പോകുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള കാരണം എന്താണെന്നറിയോ, നമ്മൾ ഒരു വട്ടം വായിച്ചുകൊണ്ട് ഒരിക്കലും അത് തലയിൽ കയറില്ല. അപ്പൊ ഞാനാണെങ്കിൽ അങ്ങനെ തന്നെ, ഞാൻ എന്നെ പറയുന്ന ആള് ഒരു 4-5 വട്ടം മിനിമം ഒരു ചാപ്റ്റർ വായിച്ച് അത് കഴിഞ്ഞ് എക്സാമിന്റെ തലേന്നാൾ വീണ്ടും ഒരു 2 വട്ടം റിവിഷൻ ചെയ്താലൊക്കെ എനിക്ക് ഓർമ്മ നിൽക്കുള്ളൂ. കാരണം നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മുടെ മറക്കും. അപ്പൊ സ്വാഭാവികമാണ്. അപ്പൊ ഈ സാധനം നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്, അല്ലെ? നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എങ്ങനെ ഇത് സെറ്റ് ചെയ്യാം, എങ്ങനെ നമ്മളിത് മറക്കാത്ത രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം. അപ്പൊ അതിനുള്ളൊരു സിമ്പിൾ ട്രിക്ക് എന്താണെന്നറിയോ, നമ്മുടെ റിവിഷൻ മാത്രമാണ്. റിവിഷൻ ചെയ്തത് വായിച്ചത് വീണ്ടും വായിച്ച് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പൊ അതിനുള്ള ട്രിക്ക് കൂടെ മിസ് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പൃഥ്വിയുടെ എൻഡ് ഗെയിം ബാച്ച് ഉള്ളത്. അപ്പൊ പലർക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പറഞ്ഞുതരാനുണ്ടെങ്കിൽ ഞാൻ പഠിക്കും മിസ് എന്ന് പറയുന്ന എത്ര മക്കളുണ്ടെന്ന് അറിയോ അല്ലേ? ഒറ്റയ്ക്ക് പഠിക്കാൻ മടിയുള്ളവർക്ക് നിങ്ങൾക്ക് കൂട്ടായിട്ട് നമ്മളെല്ലാവരും ഉണ്ട്. നമ്മുടെ സൈലത്തിന്റെ എല്ലാ ടീച്ചേഴ്സും ഉണ്ട്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട എല്ലാ ടീച്ചേഴ്സിന്റെയും അടിപൊളി ക്ലാസ് പൃഥ്വിയുടെ എൻഡ് ഗെയിം ബാച്ചിലുണ്ടാകും. അതും സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ന്യൂ ഇയറും ക്രിസ്മസ് വരുന്നത് പ്രമാണിച്ച് 15% ഓഫിൽ എന്റെ മക്കൾക്ക് പഠിക്കാവുന്നതാണ്. വെറും 999 എന്നുള്ളൊരു കുട്ടി പൈസക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ മക്കളെ റിവിഷൻ ബാച്ച് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം പഠിച്ചത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. അതേപോലെ ഒരു ചാപ്റ്റർ മാക്സിമം എത്ര സമയം കൊണ്ട് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾ കവർ ചെയ്യണം. ഇതൊക്കെ ചെയ്യാൻ നമുക്ക് നമ്മുടെ ബാച്ചിലോട്ട് പറ്റും. അപ്പൊ മാക്സിമം നമ്മുടെ ബാച്ചിൽ മക്കൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനിവിടെ സ്കാൻ കോഡ് ഉണ്ട്, രജിസ്റ്ററിനാവുന്ന അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്പർ ഉണ്ട് 9994400800 അതിൽ കോൺടാക്ട് ചെയ്താലും മതി. ഇങ്ങനെ ആയിക്കൊള്ളട്ടെ, വേഗം തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് വെക്കേഷൻ ഒക്കെ എൻജോയ് ചെയ്ത് തന്നെ ഇരിക്കുക, മറക്കരുത്. അടിപൊളി ആയിട്ടുള്ള വെക്കേഷൻ തന്നെ ആവണം. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യണം അല്ലേ? അപ്പൊ രണ്ടും കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പൊ വെക്കേഷൻ അടിച്ചു പൊളിച്ചോ, സെറ്റ് ആക്കിക്കോളൂ. നമ്മുടെ പ്ലാനുകളൊന്നും മറക്കണ്ട. നിങ്ങളുടെ പ്ലാനുകൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.